ഞങ്ങൾക്കൊക്കെ ഇതേപോലെ ഒരു സദ്യ ഉണ്ണാനുള്ള സമയം എപ്പോഴാ തരുന്നത്? സദ്യ വിഷുവിനാണോ ഓണത്തിനാണോ? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഇനി ചിലപ്പോ അടുത്ത വിഷുവിനോ അല്ലെങ്കിൽ അടുത്ത ഓണത്തിനോ കോമഡിയാണ്. സ്പെഷ്യലായിട്ട് നമ്മുടെ കൂടെ ഒരാളെയും കൂടെ ഞങ്ങൾ പ്രതീക്ഷ എന്ത് ചെയ്യും? അയ്യോ എന്റെ ദൈവമേ, ഈ ഡയലോഗ് കേട്ടിട്ടിരിക്കും അടുത്തു. ഒരു മാറ്റമില്ലല്ലോ അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പോവാ. ഇപ്പൊ ഞാൻ മാത്രം ചോദിച്ചല്ലോ, എന്റെ ഹോൾ പ്രേക്ഷകർ ചോദിക്കുന്നതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിലൊരാളുണ്ടേ. അച്ഛന്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അച്ഛന്റെ ഫ്രണ്ട് അങ്കിള് ദുബായിലാണ്, മക്കളൊക്കെ കല്യാണം കഴിച്ചു. പുള്ളി ഒരു വലിയ കമ്പനിയുടെ ഹെഡ് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ പുള്ളി മലയാളം കുറച്ചേ അറിയുള്ളൂ, ആന്റിക്ക് മലയാളം കുറച്ചേ അറിയുള്ളൂ. അപ്പം ഒരു പ്രാവശ്യം എല്ലാ പ്രാവശ്യവും ഈ വിഷുവിനും ഓണത്തിനൊക്കെ വിളിച്ചിട്ട് വിഷ് ചെയ്തിട്ട് ഇതാ ചോദിക്കുന്നത്, അപ്പൊ നെക്സ്റ്റ് ഓണം യു വിൽ ഹാവ് someone with you. ആന്റി അല്ലേ ചോദിച്ചു, ആന്റിക്ക് മറുപടിയും കൊടുത്തല്ലോ. ഓക്കെ, ഇതിപ്പോ ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകർ ചോദിക്കുക. അപ്പൊ നെക്സ്റ്റ് ഞങ്ങളുടെ ആനീസ് കിച്ചന്റെ അടുക്കളയിലേക്ക് വിളിക്കുമ്പോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോ ഒരു വിരുന്ന് തരണ്ടേ? എനിക്ക് തോന്നുന്നു when I find the right partner മതി. എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. പക്ഷെ when I really feel like leading a family. പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട. ഫാമിലി ആയിട്ട് ഐ വോണ്ട് എ പാർട്ട്ണർ. എനിക്ക് പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുള്ളി ഒന്നും ചെയ്യാതെ എനിക്ക് എല്ലാ കാര്യവും നോക്കിയിട്ട് അങ്ങനത്തെ ഒരു പാർട്ട്ണർഷിപ്പ് അല്ല എനിക്ക് ആഗ്രഹം. പണ്ടെന്റെ ചിറ്റമ്മ തൂങ്ങിച്ചത്ത കാര്യം പറയണ മനസ്സിലായി. ഇഫ് ഐ വോണ്ട് എ ഫാമിലി, എനിക്ക് ഒരു നല്ലൊരു പ്രോപ്പർ ഫാമിലി ആയിട്ട് എനിക്ക് അങ്ങനെ കൊണ്ടുപോകണമെന്നാണ്. അയാൾ എന്താടാ പറഞ്ഞത്? ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. നീ എല്ലാടാ പൊട്ടി ആദ്യം ഇംഗ്ലീഷ് പറഞ്ഞു. കഴിഞ്ഞ നാളത്തെ പറഞ്ഞ ഡയലോഗായിരുന്നു. അപ്പൊ എങ്ങനത്തെ ചെറുക്കനെ വേണ്ടേ? ഞങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാം. നാട്ടുകാർ മുഴുവൻ കാണുമല്ലേ, അപ്പൊ പിന്നെ നാട്ടുകാർ ആലോചിച്ചോളൂ. എന്നെ അച്ഛൻ പറഞ്ഞു സങ്കല്പത്തിലെ ഒരു പയ്യൻ എന്ന് പറയാം. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. പയ്യൻ നമ്മൾ കല്യാണം കഴിക്കുക, പെട്ടെന്ന് ഒരാളെ കൊണ്ട് കാണിച്ചിട്ട് ഇതാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മളുടെ ഇഷ്ടങ്ങളും അവരുടെ ഇഷ്ടമായിട്ട് ഒത്തുപോവുക. ഐ ഡോണ്ട് തിങ്ക് ലുക്സ് മാറ്റർ, അങ്ങനത്തെ സംഭവം ഒന്നുമല്ല. ഐ ഡു എവറിത്തിങ്. പക്ഷെ ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളാം. എന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം, ഐ വോണ്ട് ദാറ്റ് പേഴ്സൺ ടു ബി മൈ ഹോം. എന്റെ ഹാപ്പിനെസ് അല്ല, അയാളില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല. എനിക്ക് എന്റെ ഒരു ഇൻഡിവിജ്വൽ ഒരു ടേക്കും പുള്ളിക്ക് പുള്ളിയുടെ ഒരു ഇൻഡിവിജ്വൽ ടേക്കും സ്പേസും ഒക്കെ വേണം. പക്ഷെ അങ്ങനത്തെ മനസ്സിലായല്ലോ, മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഇഷ്ടപ്പെടുന്ന ഇപ്പം എനിക്ക് നമ്മുടെ മനസ്സ് മനസ്സിലായി. അപ്പം അതേപോലെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടം, നമ്മൾ അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തി വരുമ്പോ അല്ല അങ്ങനെ ഒരാൾ Vajpayee is no prime minister, but he can honor of Kerala chief minister. LBW no smart. He is the right person എന്ന് തോന്നുമ്പോ മതി. But I feel that I want to be a wife. മതി, ആരും നിർബന്ധിക്കുന്നില്ലേ. ഇപ്പൊ അച്ഛനമ്മ പറഞ്ഞ ഡയലോഗ് അച്ഛനമ്മ പറഞ്ഞ സെയിം ഡയലോഗ് ഞങ്ങളും പറയാം. നമുക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കോൺസെപ്റ്റ് ഒക്കെ മാറില്ലേ ഒറ്റയടിക്ക് ഞാനിങ്ങനെ കറക്റ്റ്. ഞങ്ങളെ അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ് ഇവനല്ലേ ഇവിടെ ഇതൊന്നും കൊണ്ടത്? ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.